വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 11 വ്യത്യാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഈ ശരീരാവയവത്തിന് വരുന്നുണ്ടെങ്കിൽ 10% നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന 11 മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 11 മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരേ ഒരു ശരീരാവയവമായിട്ടുള്ള ബ്രസ്റ്റിലാണ്. പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് യൂട്രസ് പ്രിപ്പയർ ആകുന്നതോടൊപ്പം തന്നെ പ്രിപ്പയർ ആയി തുടങ്ങുന്ന ഒന്നാണ് ബ്രസ്റ്റ്. കാരണം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ആ ഒരു പാലിച്ച് നമുക്ക് പോഷണമൊക്കെ കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടും കൂടി പ്രിപ്പയർ ആകണം. അതുകൊണ്ട് പ്രഗ്നൻസിയുടെ ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആവണം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ സ്ത്രീ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണമാണ് പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിലെ കല്ലപ്പ് അനുഭവപ്പെടുക. അതായത് നമുക്ക് തൊടുമ്പോൾ ഒരു വേദന, എന്താ പറയാ, കല്ലപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ഡ്രസ്സ് ഊരി മാറ്റുമ്പോഴേക്കും നമുക്കൊരു വേദന വരുന്നു, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. രണ്ടാമത്തെ ലക്ഷണമാണ് നമുക്ക് തൊടുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുക. നമ്മൾ എന്താ പറയാ, ചില ആളുകൾ ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു ടച്ച് പോലും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രത്തോളം ഹെവി ആയിട്ടുള്ള വേദനയായിരിക്കും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ബ്രസ്റ്റിന് അനുഭവപ്പെടുന്നത് കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാവുന്ന ലക്ഷണമാണ് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുക. നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ ഭാഗത്തായിട്ട് സൈഡിലായിട്ടുള്ള പോർഷനിലും സ്ട്രെച്ച് മാർക്ക്, അതായത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് അവരുടെ വയറിൽ ഇങ്ങനെ വരയുണ്ടാവുമല്ലോ, ആ സ്കിന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വരയുണ്ടാവുമല്ലോ, അതുപോലുള്ള സ്ട്രെച്ച് മാർക്സ് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തതായിട്ടുണ്ടാവുന്ന ഒരു മാറ്റം, നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്കിൻ പീലിംഗ് ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഏരിയയിൽ സ്കിന്ന് പൊളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നുക. ഏറ്റവും കൂടുതൽ ആ ഒരു സ്കിന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു പീലിംഗ് എഫക്റ്റ് വരുന്നത്. ശരീരം വളരാൻ തുടങ്ങുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ സ്കിന്ന് പീൽ ചെയ്ത് അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല സ്ത്രീകൾക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റിന് ചുറ്റും ഞരമ്പ് വിസിബിൾ ആയി തുടങ്ങും. നോർമലി പല സ്ത്രീകൾക്കും ഞരമ്പ് വിസിബിൾ ആകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ലക്ഷണത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഒരുപാട് നേരത്തേക്ക് ഞരമ്പൊന്നും വിസിബിൾ ആകാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഞരമ്പ് വിസിബിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ കൂടി സൂചനയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ എത്രത്തോളമാണോ ബ്ലഡ് സർക്കുലേഷൻ നോർമലി ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ആ ഒരു നമ്മുടെ വെയിൻസ് എല്ലാം വികസിക്കാനായിട്ട് തുടങ്ങും. വികസിക്കുന്നതും ആ പ്രഷറിൽ ബ്ലഡ് അങ്ങ് സപ്ലൈ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ഞരമ്പ് അവിടെ തെളിഞ്ഞു കാണാനായിട്ട് തുടങ്ങുന്നത്. ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഏരിയാസിലായിരിക്കും നിങ്ങൾക്ക് ഞരമ്പ് തെളിഞ്ഞു കാണുന്നതായിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ ഡാർക്ക് കളറിലോട്ട് ഫോം ചെയ്യുന്നു. പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾ ബ്രസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ബ്രൗൺ ഷെയ്ഡിൽ ഉള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അതിന്റെ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൊണ്ടിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള നിപ്പിളിന് ചുറ്റുമുള്ള ഒരു പോർഷൻ ഡാർക്ക് ബ്രൗണിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. വളരെ വിസിബിൾ ആയിട്ട് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഹോർമോൺസിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന ആ ഒരു 2 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഫീഡിങ് സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മാറിയിട്ട് നോർമലി ഏതാണോ നിങ്ങളുടെ കളർ ഉണ്ടായത് ആ കളറിലോട്ട് തന്നെ അത് മാറ്റപ്പെടാറുണ്ട്. കാരണം ഹോർമോണിൽ അവിടെ വ്യത്യാസം വന്നതൊക്കെ നോർമൽ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടു ആ നോർമൽ കളറിലോട്ട് മാറും കേട്ടോ. ദെൻ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നിപ്പിള് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ചില കേസിലൊക്കെ നമ്മളുടെ നിപ്പിള് നിൽക്കുന്നത് ആ ഒരു സ്കിന്നിനോട് ഒട്ടിയായിരിക്കും, ആ ഒരു പോർഷനോട് ഒട്ടിയായിരിക്കും നിപ്പിള് നിൽക്കുന്നത്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിപ്പിള് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വരാറുണ്ട്. അതായത് ഒരുപാട് തണുപ്പുള്ള സമയത്ത് നമ്മുടെ ശരീരം വിറക്കുന്ന സമയത്തൊക്കെ നിപ്പിളിന് ആ ഒരു ഇജക്ട് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ ഉണ്ടാവില്ലേ, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ബ്രൗൺ കളറിന്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. നോർമലി ഇപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ഓൾറെഡി കഴിഞ്ഞവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. സെക്കൻഡ് പ്രഗ്നൻസി ആണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ പ്രഗ്നന്റ് ആകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ആ ബ്ലാക്ക് കളറിന് ചുറ്റുമുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ചെറുതായിരിക്കും. പക്ഷേ പ്രഗ്നന്റ് ആയതിനു ശേഷം അതിന്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപാട് പേരിൽ വർദ്ധിച്ചു വരുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരിൽ കേട്ടോ. അതും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷണമാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ നമുക്ക് സ്കിന്നിൽ അനുഭവപ്പെടാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്ന് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഡ്രൈ ആകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്കിന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് വലിയാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ടും നമുക്ക് ആ പോർഷനിൽ ഇച്ചിങ്, അതായത് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രസ്റ്റിന്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങളുടെ ഒരു വയറിന്റെ ഭാഗത്തും അതുപോലെ വജൈനൽ പോർഷനിലും നിങ്ങൾക്ക് ഇതുപോലെ ഇച്ചിങ് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിപ്പിളിന് ചുറ്റുമുള്ള പോർഷനിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബംസ് ഫീൽ ചെയ്യുക. നമുക്ക് രോമാഞ്ചം അനുഭവപ്പെടുമ്പോഴേക്കും നമ്മളുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കില്ലേ, രോമം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന് താഴെയായിട്ട് നമ്മുടെ കൈയുടെ ആ ഒരു പറ്റ ചേർന്നിട്ടുള്ള പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ബംസ്, കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എന്തൊരു തടിപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ലേ. എല്ലാ പോർഷനിലും നമ്മുടെ രോമമുള്ള എല്ലാ പോർഷനിലും നമുക്ക് ആ ഒരു തടിപ്പ് ഫീൽ ചെയ്യില്ലേ. അതേപോലെ തന്നെ ബംസ് നമുക്ക് ഈ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻസിയുടെ ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഉണ്ടായിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വ്യത്യാസവും ആ ബാക്ക് ടു നോർമലിലോട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്താ പറയുക വേദനയോ ഒന്നും ഉണ്ടാവുന്ന തരത്തിലുള്ളതല്ല. ഇങ്ങനെയുള്ള ബംസ് ചെറു ബംസ് ആയിരിക്കും നമുക്ക് കാണുന്നത് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് കൊളസ്ട്രം ലീക്കിംഗ് ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും കൊളസ്ട്രം എന്ന് പറയുന്ന ലിക്വിഡ് ബ്രസ്റ്റിൽ നിന്നും ലീക്ക് ചെയ്യാറുണ്ട്. ഇത് ഒരു യെല്ലോ, ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലുള്ളതോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളറിലുള്ളതോ ആയിട്ടുള്ളതായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ലീക്കേജ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തന്നെ ഉണ്ടാകും. ചില ആളുകൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ലീക്ക് ചെയ്യുന്നത് പോലെയും അനുഭവപ്പെടാം. ഇത് നമുക്ക് നോർമലി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ചില കേസിൽ ചില സ്ത്രീകളിൽ, അതായത് പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലുള്ള സ്ത്രീകളിൽ ഇതല്ലാതെ തന്നെ ലീക്കിങ് സംഭവിക്കാറുണ്ട് കേട്ടോ. പ്രൊലാക്റ്റിൻ ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ കൂടുന്ന ഒരു ഹോർമോണാണ്. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളിൽ പ്രൊലാക്റ്റിന്റെ ഡെവലപ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും, ഫീഡ് ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. ദെൻ പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകളിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് നമ്മളുടെ ഓവുലേഷനെയും ഇംപ്ലാന്റേഷനും ഒക്കെ അഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ലീക്കേജ് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്നുണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം. പ്രൊലാക്റ്റിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ബ്രസ്റ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രസ്റ്റിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ബ്രസ്റ്റിന് കുറച്ച് കെയർ കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചിലും അതുപോലെ സ്കിന്ന് പീലിങ്ങും അതുപോലെ സ്ട്രെച്ച് മാർക്സും ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കോക്കനട്ട് ഓയിലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നല്ലതുപോലെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് എളുപ്പത്തിൽ സ്ട്രെച്ച് ആകാനായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് അത് സഹായിക്കുന്നു. ചൊറിച്ചിലുണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകളുടെ കേസിൽ മാത്രമേ നിപ്പിള് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വന്ന് നിൽക്കുകയുള്ളൂ. അതായത് നിപ്പിള് കൂർത്ത് പുറത്തേക്കായിട്ട് നിൽക്കുകയുള്ളൂ. ചില സ്ത്രീകളിൽ നിപ്പിള് പറ്റേ ചേർന്ന് പോയി നിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കൃത്യമായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഹെൽത്ത് സെന്ററിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എണ്ണ ഇട്ടിട്ട് നിപ്പിള് പുറത്തേക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിപ്പിള് പുറത്തേക്ക് വരാനിട്ട് നമ്മുടെ സിറിഞ്ചില്ലേ, സിറിഞ്ച് ആ നീഡിൽ അങ്ങോട്ട് മാറ്റിയിട്ട് സിറിഞ്ചിന്റെ അറ്റം വെച്ചിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞു വാവയല്ല, അതിനെ നോക്കിയെടുത്ത് സക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന് പാല് കിട്ടാണ്ടാവുമ്പോൾ അത് കരയുന്നു, അങ്ങനെ നിപ്പിള് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ ഇട്ടിട്ട് നിപ്പിൾ എപ്പോഴും തടവി പുറത്തേക്ക് വലിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയുമാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.